ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ് അവർ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കോടിയിലാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 8531 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 8938 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 5% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എൻഡായപ്പോൾ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയായിരുന്നു? 8027 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 6% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാം. കമ്പനിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ് ഈ ക്വാർട്ടറിൽ? 8729 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 9134 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 4% ടോട്ടൽ ഇൻകം കുറഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 8201 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 6% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 7376 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 7658 കോടിയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 4% ടോട്ടൽ എക്സ്പെൻസ് കുറഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 7093 കോടിയായിരുന്നു. അപ്പൊ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 4% ടോട്ടൽ എക്സ്പെൻസ് കൂടിയതായിട്ട് കാണാം. അപ്പൊ അതുപോലെ നമുക്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 1018 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1717 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 9% നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 693 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 47% നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ ഇവിടെ ബേസിക് എന്നും ഡൈലൂട്ടഡ് എന്നും ഉണ്ട്. അതായത് കമ്പനി അവർ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ഫലമായിട്ട് ഷെയറിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയും ഈ വർഷത്തെ എല്ലാ ക്വാർട്ടറിലെയും EPS പുതിയ ഷെയറിന്റെ അനുസരിച്ച് തിരുത്തി എഴുതിയത് കൊണ്ടാണ് ഇവിടെ ബേസിക് ഡൈലൂട്ടഡ് എന്ന് കാണുന്നത്. അപ്പൊ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ എത്രയായിരുന്നു? 10.37 പൈസയായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 11.47 പൈസയായിരുന്നു. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 10% EPS കുറഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ വർഷത്തെ EPS എത്രയായിരുന്നു? 7.25 പൈസയായിരുന്നു. അത് ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 43% കൂടിയതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുവാണ് ചെയ്തേക്കുന്നത്, നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇയർ ടു ഇയർ ഒരു 6% കൂടിയിട്ടുണ്ട്. ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ എക്സ്പെൻസ് ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഇയർ ടു ഇയർ ഒരു 4% കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഇയർ ടു ഇയർ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അതുപോലെ EPS ആണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഇയർ ടു ഇയർ എന്ന് പറയുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. ഇത് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇയർ ടു ഇയർ കമ്പനിക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്.